പാലക്കാട് കല്ലടിക്കോട് 3 കുട്ടികൾ മുങ്ങി മരിച്ചു. സഹോദരങ്ങളാണ് മരിച്ചത്. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നു. അഫ്സാന, ഏറെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. സഹോദരങ്ങളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. പാലക്കാട് കല്ലടിക്കോട് കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുടിക്കോട് സ്വദേശികളായ രാധിക, പ്രതീഷ്, പ്രദീപ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരിച്ചത്. ഇവർ സഹോദരങ്ങൾ കൂടിയാണ്. കുളിക്കാനിറങ്ങുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കുടുംബം അറിയാതെയാണ് ഇവർ ഇന്ന് ഏകദേശം ഉച്ചയോടെയാണ് ഇവർ സ്ഥലത്തെത്തിയത്. തുടർന്ന് ഇവരെ കാണാത്തതിനെ തുടർന്ന് കുടുംബം അന്വേഷിച്ചെത്തിയപ്പോൾ കുളത്തിനടുത്ത് ഇവരുടെ ചെരുപ്പുകൾ കണ്ടെത്തി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ കണ്ടെത്തിയ ഉടൻ 2 കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. എന്നാൽ രാധിക എന്ന് പറയുന്ന കുട്ടിക്ക് നേരിയ പൾസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളാണ് മരിച്ചിരിക്കുന്നത്. പാലക്കാട് കല്ലടിക്കോടാണ് അപകടം നടന്നിരിക്കുന്നത്. കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങി മരിച്ചത്. നേരത്തെ ഈ കുളത്തിൽ കഴിഞ്ഞ ദിവസമെല്ലാം ചപ്പ് ചവറും കൂടി മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കുളത്തിൻ്റെ സ്വകാര്യ ഉടമയുടെ കുളമാണ്. ഉടമ ഇത് വൃത്തിയാക്കി തുടർന്ന് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ അതാക്കിയിരുന്നു. ഇത് കണ്ട കുട്ടികൾ കുടുംബത്തെ അറിയിക്കാതെ കുളിക്കാൻ പോവുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് കുട്ടികൾ അവിടേക്ക് പോയത്. തുടർന്ന് കുടുംബം കുട്ടികളെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കുളത്തിനടുത്ത് കുട്ടികളുടെ ചെരുപ്പുകൾ കണ്ടെത്തി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. 2 കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരിച്ച 3 പേരും. ഇവർ സഹോദരങ്ങൾ കൂടിയാണ്. പാലക്കാട് കല്ലടിക്കോടാണ് ഈ അപകടം ഉണ്ടായത്. കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങി മരിച്ചത്. ഇവരുടെ മൃതദേഹം നിലവിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ദീപ്തി, ശരി, അഫ്സാനയാണ് വിവരങ്ങൾ നൽകിയത്.